ഓം വാസുദേവം മഹാകായം പഞ്ചഭൂത അഷ്ടദിശിം. നമസ്കാരം. എല്ലാവർക്കും വാസ്തുശാസ്ത്രത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന കാര്യങ്ങൾ വൃക്ഷലതാദികളും അവ വളരുന്നിടത്ത ഭൂമിയുടെ ഗുണങ്ങളും കുറിച്ചുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഏതൊക്കെ വൃക്ഷങ്ങൾ ഇവിടേക്ക് വളരുന്നതാണ് ഉത്തമം, ആ വൃക്ഷങ്ങളുടെ ഫലങ്ങളുടെ ആ ഭൂമിയുടെ ഫലങ്ങളും നമുക്ക് നോക്കാം. അരയാലും കൂവളവും മഴയും വെയിലും കാറ്റും വെളിച്ചവും ആവശ്യത്തിന് ലഭ്യമാകുന്ന ഭൂമിയിലാണ് വളരുന്നത്. അതുപോലെ കരിങ്ങാലി, കൊന്ന, ചെമ്പകം ഇവയൊക്കെ നിബിഡമായിട്ടുള്ള മണ്ണും ആവശ്യത്തിന് ജലസാന്നിധ്യമുള്ള ഭൂമിയിലാണ് വളരുന്നത്. അതുപോലെ മുരിങ്ങ, മുരുക്ക്, എരിക്ക് എന്നിവയെല്ലാം ചീഞ്ഞളിഞ്ഞ മണ്ണാകയാൽ ഇവിടം നമുക്ക് വാസയോഗ്യമല്ല. അതുപോലെ മുന്തിരി, പിച്ചകം, മുല്ല എന്നിവയൊക്കെ വളരുന്ന ഭൂമി വളരെ ആർദ്രമായിട്ടുള്ള മണ്ണാണ്. ഇത് മനുഷ്യർക്ക് വളരെ വാസയോഗ്യമായിട്ടുള്ള ഭൂമിയാണ്. കാഞ്ഞിരം, കറിവേപ്പ്, കടല ഇവ ദോഷഭൂമിയിലാണ് വളരുന്നത്. ഇവ പുറപ്പെടുവിക്കുന്ന വാതകവും വിഷാംശമുള്ളതാണ്. അപ്പോൾ ഇങ്ങനത്തെ ഭൂമിയിലൊക്കെ നമ്മൾ താമസിക്കാതിരിക്കുന്നതാണ് നല്ലത്. അതുപോലെ വാഴ, കൈത, ദർഭ എന്നിവയെല്ലാം താഴ്വരകളിൽ വളരുന്നു. ഇവിടം വാസയോഗ്യമായിട്ടുള്ള ഭൂമിയാണ്. അതുപോലെ കുഞ്ഞി, മഞ്ചാടി, കഴഞ്ചി ഇവ വളരുന്നിടത്ത് നമുക്ക് വാസയോഗ്യമല്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വൃക്ഷങ്ങളും അവ വളരുന്നിടത്ത മണ്ണിൻ്റെയൊക്കെ ഫലങ്ങളും. അപ്പോൾ ഈ ഒരു അറിവ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു അറിവുമായി കാണാം. എല്ലാവർക്കും തന്നെ നന്ദി. ശുഭദിനം.